കോഴിക്കോട് പുത്തൂർമടം പാലായി റോഡിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളെ നാട്ടുകാർ പിടികൂടി. വലിയ ചാക്കുകളിൽ കിട്ടിയ മാലിന്യം റോഡരികിൽ തള്ളിയ ശേഷം ടൂവീലറിൽ മടങ്ങവെയാണ് നാട്ടുകാർ ഇയാളെ കൈയോടെ പിടികൂടിയത്. കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഏത് ഷോപ്പിലെ മാലിന്യമാണെന്നും മുതലാളിയുടെ നമ്പർ തരാനും ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ ഏത് ഷോപ്പിലെ മാലിന്യമാണെന്നോ മുതലാളിയെ തനിക്ക് അറിയില്ല എന്നും മുതലാളിയുടെ നമ്പർ തന്റെ കയ്യിലില്ല എന്നുമാണ് ഇയാൾ ആദ്യം പറഞ്ഞത്. താൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ താഴെ കിടക്കുകയാണ് ചെയ്തത്. നാട്ടുകാർ മാലിന്യത്തിൽ നടത്തിയ തിരച്ചിലിൽ വിസിറ്റിംഗ് കാർഡും ബില്ലുകളും ലഭിച്ചു. വിസിറ്റിംഗ് കാർഡിൽ നിന്നും ബില്ലിൽ നിന്നും ലഭിച്ച നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇയാളുടെ മൊബൈൽ തന്നെയാണ് റിങ് ചെയ്തത്. എന്നിട്ട് പോലും ഈ മാലിന്യം എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഈ ബേക്കറിയുമായിട്ട് ഇയാൾക്ക് എന്താണ് ബന്ധം എന്നുള്ളത് മണിക്കൂറുകളോളം ചോദിച്ചിട്ടും ഇയാൾ ഒന്നും സമ്മതിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഇതിനു മുൻപ് നിക്ഷേപിച്ച മാലിന്യങ്ങൾ ചികഞ്ഞപ്പോൾ ഇതേ ബേക്കറിയുടെ ബില്ലുകളും മറ്റും കണ്ടെത്താനായി എന്ന് നാട്ടുകാർ പറഞ്ഞു. കാറിലും സ്കൂട്ടറിലുമായിട്ടാണ് ഇവർ മാലിന്യം നിക്ഷേപിക്കാൻ വരാറുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നീട് പന്തീരങ്കാവ് പോലീസ് എത്തി തുടർ നടപടികൾ ആരംഭിച്ചു. നാട്ടുകാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ എന്നിവർ ചേർന്ന് വണ്ടി കസ്റ്റഡിയിലെടുപ്പിച്ച് വണ്ടിയിൽ തന്നെ മാലിന്യം കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. മനോജ് ഇല്ലിക്കൽ ഹൗസ് വള്ളിക്കുന്ന്, രാജേഷ് മരുത്തോര് വീട് കുന്നമംഗലം എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്ക് മൂപ്പരിവിടെ ബൈക്ക് നിർത്തിയിട്ട് കണ്ടപ്പോ നോക്കിയതാണ്. ബൈക്കിന്റെ മുകളിൽ ഒരു ചാക്കുണ്ട്. അപ്പൊ ഞാൻ കുറച്ചപ്പുറം പോയി നിന്ന് നോക്കിയപ്പോ മൂപ്പര് ആ ബൈക്കിന്റെ മുകളിൽ നിന്ന് ചാക്ക തോട്ടിലേക്ക് ഇട്ടിങ്ങേറ്റ് പോയി. അപ്പൊ ഞാൻ അവിടുന്ന് ബ്ലോക്ക് ഇട്ടിങ്ങേറ്റ് പിടിച്ചതാണ്. അപ്പൊ തുറന്നു നോക്കിയപ്പോ അതിൽ ഫുള്ള് മറ്റേ പാൽ കവറ്, മറ്റേ ബേക്കറിയിലെ വേസ്റ്റ്, എല്ലാ പാൽ കവർ എല്ലാ വേസ്റ്റുകളും ഉണ്ട്. അങ്ങനെ 2 ചാക്ക് അവിടുന്ന് മൂപ്പരെ കൊണ്ട് ഞങ്ങൾ എടുപ്പിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പരിപാടി. ഫുള്ള് വേസ്റ്റ് കൊണ്ടുപോയി റോട്ടുമ്മേൽ ഫുള്ള് 2 സൈഡിലും ഫുള്ള് വേസ്റ്റ് കൊണ്ടുപോയി തട്ടിയിട്ടിട്ട് രാവിലെ നായകൾ ഇങ്ങനെ കടിച്ചിങ്ങേറ്റ് റോട്ടിന് മുകളിൽ ഫുള്ള് വലിച്ചിടും. എന്നിട്ട് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളായിട്ട് കുറെ ദിവസം ഞങ്ങൾ ആളെ തെരഞ്ഞെടുക്കുന്നത്. ഇന്നാണ് ഇപ്പോൾ ആളെ കിട്ടിയത്. പഞ്ചായത്തിലെ പുത്തൂർമടം പാലായി റോട്ടില് സ്ഥിരമായിട്ട് വേസ്റ്റ് തള്ളുന്ന ഒരവസ്ഥയാണുള്ളത്. ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തെ യുവാക്കള് ഇവിടെ കാവൽ നിന്ന് ആ വേസ്റ്റ് ഇട്ട ആളെ പിടിക്കപ്പെടുകയുണ്ടായി. സ്ഥിരമായിട്ട് വേസ്റ്റ് ഇടുന്നത് മൂലം നമ്മുടെ ഈ പ്രദേശത്ത് മദ്രസിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. സ്ഥിരമായിട്ടാണ് ഈ പ്രദേശത്ത് ഈ തോട്ടിലും റോഡിന്റെ ഇരുവശങ്ങളിലും വേസ്റ്റ് തള്ളുന്നൊരവസ്ഥയുള്ളത്. സ്ഥിരമായി ഈ പ്രദേശത്ത് വേസ്റ്റ് തള്ളുന്നത് മൂലം തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തെരുവ് നായി കടിച്ച് ഒരുപാട് കുട്ടികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വേസ്റ്റ് തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെയും കൺട്രോൾ റൂമിലെ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്ത് ഭരണസമിതി ഇതിന് ശക്തമായി നടപടി സ്വീകരിക്കും കൂടി അറിയിക്കണം. പെരുമണ്ണ ടൈംസിനു വേണ്ടി ജംഷീദ് പെരുമണ്ണ.